ഈശോയിലെ സ്നേഹമുള്ള സഹോദരൻ, യേശു ശിഷ്യന്മാരോട് നേരത്തെ തന്നെ അരുളിച്ചെയ്യുകയുണ്ടായി, ഞാൻ പോകുന്നതാണ് നല്ലത്, ഞാൻ പോയാൽ സഹായകനെ അയക്കും. സഹായകനായ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിനായി പ്രാർത്ഥന നിർഭരരായിട്ട് ശിഷ്യന്മാര് കാത്തിരിക്കുകയായിരുന്നു പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട്. മാതാവിന്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നെന്നാണ് പാരമ്പര്യം പറയുന്നത്. ഇങ്ങനെയായിരിക്കുന്ന അവസരത്തില് തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരുടെ മേൽ ആവസിച്ചു. അവർ ആത്മാവിൽ നിറഞ്ഞവരായി. പരിശുദ്ധാത്മാവിന്റെ ആവാസം ഉണ്ടായപ്പോൾ അവർ ആത്മാവിൽ നിറഞ്ഞവരായി. അവിടെ നിന്നും ഭയമെല്ലാം മാറിപ്പോയി. യേശുവിന്റെ സാക്ഷികളാകാൻ ശിഷ്യന്മാർക്കും അനുയായികൾക്കുമൊക്കെ ചൈതന്യം ലഭിച്ചത് പരിശുദ്ധാത്മാവിന്റെ ശക്തി മൂലമാണ്. നടപടി പുസ്തകത്തില് പറയുന്നുണ്ട്, അപ്പോസ്തലന്മാരോടുകൂടി പത്രോസ്ലീഹ ജെറുസലേം ദേവാലയത്തിന്റെ സമീപത്ത് നിന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗത്തിന്റെ ചുരുക്കം ഇതാണ്: നിങ്ങൾ താഴ്വരയിൽ കുരിശിൽ തറച്ചു കൊന്ന ഈശോ ഉയർത്തെഴുന്നേറ്റു. യേശു ഉയർത്തെഴുന്നേറ്റു. പിതാവായ ദൈവം അവിടുത്തെ ഉയർപ്പിച്ചു. ഞങ്ങൾ ഇതിനെല്ലാം സാക്ഷികളാണ്. ആത്മാവിൽ നിറഞ്ഞവനായിട്ട് പ്രസംഗിച്ചപ്പോഴ് ഓരോരുത്തരും തങ്ങളുടെ ഭാഷയിൽ കേട്ടുവെന്നാണ് നടപടി പുസ്തകത്തിൽ വിവരിക്കുന്നത്. ഓരോരുത്തരും തങ്ങളുടെ ഭാഷയിൽ. ഇന്ത്യയിലാണ് ഒത്തിരി ഭാഷകളുണ്ട്. ഇപ്പോൾ തമിഴുണ്ട്, തെലുങ്കുണ്ട്, മലയാളമുണ്ട്, ഹിന്ദിയുണ്ട്, ഒത്തിരി ഭാഷകൾ ഇന്ത്യയിലുണ്ട്, കാശ്മീരിയുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ ഇന്ത്യയിലെ എല്ലാ ആളുകളും ഒന്നിച്ചുകൂടിയിരിക്കുമ്പോൾ പ്രസംഗിക്കുമ്പോൾ ഓരോരുത്തരും അവരുടെ ഭാഷകൾ കേട്ടുള്ളതാണ്. അതാണ് ഭാഷാപരം പറയുന്നത്. ഇപ്പോൾ തമിഴിൽ പ്രസംഗിച്ചെങ്കിൽ നമ്മൾ മലയാളത്തിൽ കേട്ടു മലയാളികൾ. അങ്ങനെയാ അന്ന് 3000-ഓളം ആളുകൾ ശ്രമിക്കാനായിട്ടുണ്ടായിരുന്നു. അവര് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവർ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താണ് ചേർത്ത് മാനസാന്തരം ഉണ്ടായി? വചനം കേട്ട് കഴിയുമ്പോഴാണ് മാനസാന്തരം ഉണ്ടാകുന്നത്. വചനം കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് മാനസാന്തരം ഉണ്ടായി. അവർ ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ജ്ഞാനസ്നാനം സ്വീകരിക്കണം, നിങ്ങൾ മാമോദീസ സ്വീകരിക്കണം. അങ്ങനെ വിശ്വാസത്തിലേക്ക് കടന്നു വരണം. ഇത് സഭയുടെ ജന്മദിനമാണ്. അതാണ് മാമോദീസ. ഈ സഭയുടെ ജന്മദിനമാണ് പെന്തക്കോസ്താ. നമ്മളെല്ലാവരും ജന്മദിനങ്ങൾ ആചരിക്കാറുണ്ട്, പിറന്നാൾ ആഘോഷിക്കാറുണ്ട്. പിള്ളേര് മുതൽ വലിയവരുടെ എല്ലാം പിറന്നാൾ. പണ്ട് പിറന്നാൾ അറിയില്ലായിരുന്നു. 10-11 പിള്ളേരൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ എന്നാ ജനിച്ചതെന്നോ എത്ര വയസ്സുണ്ടെന്നോ അവർക്ക് ചിന്തിക്കാൻ നേരെയില്ല. കൃഷി ചെയ്ത് പിള്ളേരെയൊക്കെ തീറ്റിപ്പോറ്റണം, ഒത്തിരി അധ്വാനിക്കണം, ആഹാരം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയുള്ള ജീവിതത്തിന്റെ തിരക്കുകൾ. 1-2 പിറന്നാൾ ആഘോഷിക്കാൻ നോക്കിയിരിക്കുക. എന്നാണ് പിറന്നാൾ വരുന്നത്, അത് വളരെ ആഘോഷമായിട്ട് നടത്തണം എന്നുള്ള ചിന്ത. ഇന്ന് സഭയുടെ പിറന്നാളാണ്. സഭ ജന്മം കൊണ്ടത് ഇന്നാണ്. മാമോദീസ സ്വീകരിച്ചുകൊണ്ട് വിശ്വാസികളുടെ സമൂഹം 3000-ഓളം ആളുകൾ വിശ്വാസത്തിലേക്ക് ചേർന്നതാണ്. പെന്തക്കോസ്താ നാളിൽ അങ്ങനെ സഭയ്ക്ക് ആരംഭം കുറിക്കുകയാണ്. ഇനി പടിമുട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇസ്രായേലിലെ പെന്തക്കോസ്താ ഒരു വിളവെടുപ്പ് തിരുനാളായിരുന്നു. നമ്മൾ പഴയ കാലങ്ങളിൽ വിളവെടുപ്പ് തിരുനാളായിരുന്നു. നിയമാവർത്തനം 16 മുതലുള്ള 7 ആഴ്ചകൾ എണ്ണുക. കൊയ്ത്തു തുടങ്ങിയ ദിവസം മുതലാണ് എണ്ണേണ്ടത്. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് ഒത്ത വിധം ആഴ്ചയുടെ തിരുനാൾ കൊണ്ടാടുക. സ്വാദിഷ്ട കാഴ്ചകൾ സമർപ്പിച്ചുകൊണ്ട്. പെന്തക്കോസ്താ വാക്കിന്റെ അർത്ഥം 50 പിറ്റേത്തുന്നാണ്, 50 എന്നാണ്.
നമ്മുടെ പുത്തരി തിരുനാൾ ആചരിക്കുന്നവർ വിളവെടുപ്പ് തിരുനാളായിട്ട് ഇസ്രായേൽക്കാർ ആദ്യകാലങ്ങളിൽ ആചരിച്ചിരുന്ന തിരുനാളാണ് ഈ പെന്തക്കോസ്താ തിരുനാൾ. പെസഹ തിരുനാൾ കഴിഞ്ഞ 50-ാം ദിവസമാണ് പെന്തക്കോസ്താ. വാക്കിന്റെ അർത്ഥം 50th എന്ന് വെച്ചാൽ പെസഹ തിരുനാൾ കഴിഞ്ഞ് 50-ാം ദിവസമാണ് പെന്തക്കോസ്താ തിരുനാൾ. 10 കൽപ്പനകൾ സീനായി മലയിൽ വെച്ച് ദൈവം നൽകുകയാണ്, ദൈവം ഉടമ്പടി ചെയ്യുകയാണ്. 2 കൽപ്പനകളിൽ മോശയ്ക്ക് 10 കൽപ്പനകൾ നൽകുന്നതിന്റെ അനുസ്മരണ ഉടമ്പടി വെച്ചു. ദൈവവും ഇസ്രായേൽ ജനതയുമായിട്ട് ഉടമ്പടി വെച്ചു, നിങ്ങൾ ഈ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ ജനതയായിരിക്കും. അതാണ് ഉടമ്പടിയിൽ. നിങ്ങളുടെ മുമ്പിൽ കൽപ്പനകൾ വെച്ചിരിക്കുകയാണ്, ഈ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജനതയായിരിക്കും. പുതിയ നിയമത്തിൽ ഉയർപ്പിന് ശേഷം 50-ാം ദിവസം പരിശുദ്ധാത്മാവ് സ്ത്രീകന്മാരുടെ മേൽ എഴുന്നള്ളി വന്നു. അതുകൊണ്ട് 50-ാം ദിവസം ഇവിടെയും പ്രസക്തമാണ്. ഇങ്ങനെ സഭയുടെ ഉദ്ഘാടനത്തെ പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ ജനം പോകുന്ന 50-ാം ദിവസം ഉടമ്പടി വെച്ചു. ഇത് നമ്മൾ അനുസ്മരിക്കുകയാണ്. ഈ പരിശുദ്ധാത്മാവിനെ പറ്റി പറഞ്ഞാൽ നിങ്ങളെ സെമിനാരിയിൽ പഠിപ്പിച്ച അങ്കുഴിക്കരി അച്ഛൻ, പിതാവിൻ്റെ അങ്കുഴിക്കരി പിതാവിൻ്റെ ചിറ്റപ്പനാണ്, അപ്പൻ്റെ അനിയനാണ്. സെമിനാരിയിൽ സ്പിരിച്വൽ ഫാദറായിരുന്നു. അപ്പോൾ അച്ഛൻ അന്ന് ഈ ആത്മീയ പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്. ഉപദേശമൊക്കെ തരുമ്പോൾ പരിശുദ്ധാത്മാവിനെ പറ്റി അന്ന് ഇങ്ങനെയുള്ള കരിസ്മാറ്റിക് പ്രസ്ഥാനമോ ആയിട്ടില്ല. അപ്പം അറിയപ്പെടാത്ത ദൈവത്തിൻ്റെ തൃത്വത്തിലെ ആളെന്നുള്ള രീതിയിൽ അച്ഛൻ ഒന്ന് പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുകയാണ്. അപ്പോൾ അന്ന് പരിശുദ്ധാത്മാവിനെ പറ്റി ഇങ്ങനെ പരിശുദ്ധാത്മാവിന് വരങ്ങളുണ്ട്, ദാനങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും പരിശുദ്ധാത്മാവിനെ പറ്റി കൂടുതലായിട്ട് പഠനങ്ങളോ പരിപാടികളോ ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ഈ പെന്തക്കോസ്താ പറ്റിയുള്ള പഠനങ്ങൾ, പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള പഠനങ്ങൾ, ദാനങ്ങളെ പറ്റി, ഫലങ്ങളെ പറ്റിയുള്ള പഠനങ്ങളിലെല്ലാം വന്നത് കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളോടുകൂടിയാണ്. AD 381 കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിൽ പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് ഔദ്യോഗികമായിട്ട് അധ്യവസാനം ചെയ്ത് പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ റൂഹ എന്ന ഹീബ്രു വാക്കിന്റെ അർത്ഥം ശ്വാസം, കാറ്റ് എന്നാണ്. ശ്വാസം, കാറ്റ്. അതുപോലെ പാരക്ലൈറ്റ് എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം സഹായകൻ, കൗൺസിലർ. ഇതൊക്കെ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നതാണ്. സഹായകനെ അയക്കും, കൗൺസിലർ എന്നുള്ളതാണ്. ബൈബിളില് പരിശുദ്ധാത്മാവിനെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്, യേശുവിന്റെ ആത്മാവ്, സഹായകൻ, സാക്ഷി എന്നിങ്ങനെയൊക്കെ വിശദീകരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്, യേശുവിന്റെ ആത്മാവ്, സഹായകൻ, സാക്ഷി. പരിശുദ്ധ തൃത്വത്തിലെ 3ാമത്തെ ആളാണ് പരിശുദ്ധാത്മാവ്. പിതാപുത്രൻ പരിശുദ്ധാത്മാവ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാ, പുത്ര, പവിത്രാത്മാ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ ആദ്യത്തെ പെന്തക്കോസ്താ തിരുനാളിൽ 2:1-13 നടപടി പുസ്തകം പറയുന്നത്, സ്ത്രീകന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് കൊടുങ്കാറ്റടിക്കുന്ന പോലെയുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അതോടെ സുമേറ്റിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവെടുത്ത ഭാഷാപരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. പത്രോസിന്റെ പ്രസംഗം ജനങ്ങൾ, അവിടെ കൂടിയിരുന്ന ജനങ്ങൾ അവരവരുടെ ഭാഷകളിൽ, ഓരോരുത്തരുടെ ഭാഷകളിൽ കേട്ട് അത്ഭുതപ്പെട്ടു. 3000-ഓളം ആളുകൾ മാമോദീസ സ്വീകരിച്ചു. അതാണ് നടപടി പുസ്തകത്തിൽ 2-1-13 വചനങ്ങളിൽ പറയുന്നത്. ഈ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ദാനങ്ങൾ ജ്ഞാനം, ബുദ്ധി, അറിവ്, ആലോചന, ആത്മശക്തി, ഭക്തി, ദൈവഭയം. ഇവയാണ് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ. നമ്മൾ ജീവിക്കേണ്ടത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ നിറഞ്ഞ് ജീവിക്കണമെന്നാണ്. ഗലേഷ്യൻസുള്ള ലേഖനത്തിൽ 5-22-23 വചനങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ പറ്റി പറയുന്നുണ്ട്. സ്നേഹം അടിസ്ഥാനമായിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് സ്നേഹത്തിൽ നിറഞ്ഞ് ജീവിക്കുക. പലപ്പോഴും മനുഷ്യന്
അടിസ്ഥാനപരമായി കൽപ്പനയാണ് സ്നേഹത്തിൻ്റെതെങ്കിലും സ്നേഹരാഗത്യം മനുഷ്യനിൽ നിലകൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് സാർത്തെ എന്ന ഒരു യുക്തിവാദിയാണ്, ഫ്രഞ്ച് ചിന്തകനാണ് സാർത്തെ. ദൈവം പറഞ്ഞു അവരെൻ്റെ ശത്രുവാണെന്നാണ് പറഞ്ഞത്. ഞാൻ കണ്ണുകളിൽ നിന്നും അടുത്ത ആളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ എൻ്റെ ശത്രുവിനെ ഞാൻ കാണുന്നത്. ഇതിൽ ചില അർത്ഥങ്ങളൊക്കെ ഉണ്ട്. സ്നേഹത്തോടു കൂടി ജീവിക്കണമെന്ന് പറഞ്ഞാലും ശത്രുത മനുഷ്യന് വരാറുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു എവിടെയോ ഞാൻ സ്റ്റേറ്റ് ഓർമ്മിക്കുന്നില്ല. ഒരു ഭർത്താവ് 24 വയസ്സുള്ള ഭാര്യയുടെ കഴുത്തിൽ അടിച്ച് സഞ്ചിയിൽ എടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കുന്നതാണ്. നമ്മളെ ഇഷ്ടമല്ലേ അവളുടെ നാട്ടിലേക്ക് കൊണ്ടേക്കാൻ പറ്റും, വീട്ടിൽ കൊണ്ടേക്കാം. അപ്പോൾ ശത്രുത സ്നേഹത്തിൻ്റെ തലത്ത് അതിന് എതിരായിട്ട് ശത്രുത വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മളിൽ ശത്രുതയുടെ എന്തെങ്കിലുമൊക്കെ കാണും. എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ സ്നേഹം, സന്തോഷം ഈ പരിശുദ്ധാത്മാവിൽ നിലനിൽക്കുന്നവർക്കുള്ളതാണ് സന്തോഷം എന്ന് പറയുന്നത്. സമാധാനം, അങ്ങനെ ജീവിക്കുന്നവർക്കാണ് സമാധാനം. പോലെ ദീർഘശാന്തത. ഈ ശാന്തത എന്ന് പറഞ്ഞാൽ വളർത്തുമൃഗം. നമുക്കറിയാം, പോത്തിനെയൊക്കെ വളർത്തുന്നത് കൊച്ചു പിള്ളേർ വീടുകൊണ്ടുണ്ടാക്കും. എന്നാൽ കാട്ടുപോത്താണെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ വെട്ടാനായിട്ട് വരും, വലിയ ആരെയും വെട്ടും, ആരെ കണ്ടാൽ വിട്ടു. അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നു എന്താണ് അത് പ്രവർത്തിക്കുക. അതാണ് വളർത്തുമൃഗവും അല്ലാത്ത മൃഗവും തമ്മിൽ. ചിലർ വളർത്തുമൃഗത്തെ പോലെയല്ല, അല്ലാത്ത കാട്ടുപോത്തിനെ പോലെ പെരുമാറുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് കാട്ടുപോത്ത് കുത്തിക്കൊല്ലുന്നത് പോലെ ഇത് കഴുത്ത് കണ്ടിട്ടുകൊണ്ട് പോയി മനുഷ്യൻ. പിന്നെ ദീർഘശാന്തത, ക്ഷമ, വിനയം, വിശ്വാസം, നന്മ, നന്മയിൽ ജീവിക്കുക. നന്മയിൽ തിന്മയുമുണ്ട്, നന്മയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. മധുരശീലം, എല്ലാവർക്കും മധുര ഇഷ്ടമാണ്, മധുരശീലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കരുണ, അവർ കരുണയുടെ ജൗമാരിയൊക്കെ ചെല്ലുന്നവരാണ്, അപ്പം കരുണ കാണിക്കണം. ഇന്ദ്രിയ നിഗ്രഹം, അതും ആവശ്യം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് വേണം ജീവിക്കാനായിട്ട്. അവരെൻ്റെ ഭാര്യയെ കണ്ടുവയ്ക്കാൻ പാടില്ല, എൻ്റെ ഭർത്താവിനെ കണ്ടുവയ്ക്കാൻ പാടില്ല. അപ്പോൾ സ്വന്തം ജീവിത പങ്കാളിയോടൊത്ത് അച്ചടക്കത്തോടും വിശ്വാസത്തോടും വിശ്വസ്തയോടും കൂടി ജീവിക്കുക. അതാണ് ക്രൈസ്തവ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്. ഇന്ദ്രിയ നിഗ്രഹം, ഇന്ദ്രിയങ്ങൾ പലതുണ്ട്. കണ്ണുണ്ട്, കാവുണ്ട്, സ്പർശനേന്ദ്രിയങ്ങളുണ്ട്. നിയന്ത്രിക്കേണ്ടതിനൊക്കെ നിയന്ത്രിക്കണം. കന്യാത്വം, സമർപ്പിതരായിട്ടുള്ള ആളുകൾ കന്യാത്വം പാലിച്ച് ജീവിക്കേണ്ടതാണ്. വിവാഹം കഴിച്ച ആളുകൾ ദാമ്പത്യ വിശ്വസ്ത പാലിക്കേണ്ടതാണ്. ഇതൊക്കെ ജീവിതത്തിന്റെ നിയമങ്ങളാണ്. ഈ വരങ്ങളെപ്പറ്റി ബുദ്ധി, അറിവ്, വിശ്വാസം, ഭാഷ, അത്ഭുത പ്രവർത്തനം, രോഗശാന്തി, ഇതൊക്കെയാണ് ബുദ്ധിയുടെ വരം, അറിവിൻ്റെ വരം, വിശ്വാസത്തിൻ്റെ വരം, ഭാഷാവരം, അത്ഭുത പ്രവർത്തനത്തിലുള്ള വരം. അത്ഭുത പ്രവർത്തനത്തിലുള്ള ശക്തിയുള്ള ആളുകളൊക്കെ ഉണ്ട്. രോഗശാന്തി വരം. നേരെ മറിയം ത്രേസ്യയുടെ തിരുനാളായിരുന്നു. മറിയം ത്രേസ്യയെ ഞാനിങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ പറഞ്ഞു, പ്രാർത്ഥിച്ചിരിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ നിലത്തുനിന്ന് ഇച്ചിരി ഉയർന്നിരുന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നാണ് ആളുകൾ. പാകഷ്ണ നിയമത്തിന് അതീതമായിട്ട് ചില വിശുദ്ധരെ പറ്റി വേറെ ചില വിശുദ്ധരുണ്ട്. വിശുദ്ധ യോഹന്നാനൊക്കെ പരിതരശേഖരത്തെ ആദ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ പ്രാർത്ഥന ലയിച്ചു കഴിയുമ്പോൾ തന്നെ ഭൂമിക്ക് പോകുന്നു. കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നതാണ്. ഇത് വേറൊരു കപ്പൂച്ചിലെ വിശുദ്ധൻ, ഏരിയാണ് ഓർക്കുന്നില്ല, എല്ലാവർക്കും അറിയാം. പറക്കുന്ന വിശുദ്ധന്മാർക്കുണ്ടായിരുന്നു. അടുത്ത സ്ഥലത്തേക്ക് പറന്നു പോകുമായിരുന്നു. വിമാനമൊക്കെ ഇല്ലാത്ത കാലത്ത് പറന്നു പോകുന്ന വിശുദ്ധനുണ്ടായിരുന്നു. അതുപോലെ വിവേചനത്തിന്റെ വരം, വ്യാഖ്യാനവരം, പ്രവചനവരം, രോഗശാന്തി വരം, അത്ഭുത പ്രവർത്തന വരം, ഭാഷാവരം, ഇങ്ങനെയുള്ള വരങ്ങൾ. ദൈവാത്മാവ് നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും മക്കളിലൊക്കെ ദൈവ സാന്നിധ്യമായിട്ടുണ്ടായിരിക്കും. ദൈവത്തിൻ്റെ, നമ്മുടെ ജീവിതത്തെ പറ്റിയുള്ള ദൈവത്തിൻ്റെ അഭിഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി ജീവിതത്തെ ക്രമീകരിക്കാനായിട്ട് കഴിയണം. പിന്നെ 16:5 പറയുന്നത്, ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായം നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല.
അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യപ്പെടുത്തും. വന്നു കഴിയുമ്പോൾ എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നതുകൊണ്ട് നീതിയെക്കുറിച്ചും പിന്നെ പിന്നീട് കാണുകയില്ലാത്തവരുടെ ന്യായവിധിയെക്കുറിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 16:5-10 പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായിട്ട് നന്മയുടെ വഴികളിലൂടെ നടക്കാൻ, നമ്മുടെ ജീവിതത്തിന്റെ യാത്രകളിലും വഴികളിലും ഒക്കെ തെറ്റായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ തിരുത്തി നന്മയുടെ പാതയിൽ ഉറച്ചു നിന്നുകൊണ്ട് ക്രിസ്ത്യ ജീവിതത്തിൽ മുന്നേറാനായിട്ട് നമുക്ക് കഴിയണമെന്നുള്ള അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നമുക്ക് പരിശുദ്ധാത്മാവ് എഴുന്നേറ്റ് പാട്ട് എല്ലാവരും